നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുടരെ കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് ജീവനുകൾ പൊലിയുന്നു. ഈ വാർത്തയ്ക്ക് സംസ്ഥാനത്ത് വീണ്ടും കുറവില്ല. കഴിഞ്ഞ ദിവസവും കാട്ടാനയുടെ ആക്രമണത്തിൽ ഉൾവനത്തിൽ വെച്ച് ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ചോലനായ്ക്കർ യുവാവ് മരിച്ചു. കരുളായിയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ താമസിക്കുന്ന പൂച്ചപ്പാറ മണി എന്ന യുവാവിനാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 40 വയസ്സായിരുന്നു. മകൾ മീനയെ പാലയമാട് ഹോസ്റ്റലിലാക്കി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, കൂട്ടത്തിൽ കാർത്തിക, കുട്ടിവീരൻ എന്നീ കുട്ടികളുണ്ടായിരുന്നു. പൂച്ചപ്പാറയിലെ അള ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു ഇവർ. രാത്രി 7 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് കടക്കുന്നതിനിടയിൽ വഴിമധ്യയാണ് കാട്ടാന ആക്രമിച്ചത്. കൂടെ ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. 9:30ക്കാണ് വനപാലകർക്ക് ഇത്തരത്തിലൊരു വിവരം കിട്ടിയത്. മണിയുടെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. രക്തം വാർന്ന നിലയിലായിരുന്നു ജീപ്പിൽ ചെറുപുഴയിൽ എത്തിച്ചത്. അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. വനപ്രദേശമായ മാഞ്ചേരി വട്ടികല്ല് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടത് അപകടം വ്യാപ്തിയിൽ കുറച്ചു. പ്രാക്തന ഗോത്ര വിഭാഗമായ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടയാളാണ് മണി. മൃതദേഹം നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിദാരുണമായ സംഭവമാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. അതേസമയം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുമെന്ന ഉറപ്പുമായി മന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി ആക്രമണ തോത് കുറഞ്ഞു വരികയാണെന്നും മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് പാമ്പ് കടിയേറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. വനനിയമ ഭേദഗതിയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കൂവെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം ഈ ഇടയ്ക്കായിരുന്നു ഇടുക്കിയിൽ തന്നെ ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത്. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ അമർ ഇലാഹിക്ക് ഗുരുതരമായാണ് പരിക്കേറ്റത്. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇടുക്കി മുള്ളരിങ്ങാട് അമേൽ തൊട്ടിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആക്രമണം. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരാണ് അമർ ഇലാഹിയും കുടുംബവും. തേക്കിൻ കൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയി ഈ സമയമായിരുന്നു യുവാവിനെ കാട്ടാന ആക്രമിച്ചത്. ഇയാൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു യുവാവ്. മണിക്കൂറുകൾക്കകം മരണത്തിന് കീഴടങ്ങി. ആ വീട്ടിലെ ഏക അത്താണിയായിരുന്നു അമറെന്ന് അയൽവാസികൾ പ്രതികരിച്ചു. കാടിനോട് ചേർന്നാണ് ഇവരുടെ വീട്. കഴിഞ്ഞ 3 വർഷമായി പ്രദേശത്ത് ആനശല്യമുണ്ടെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. ആദ്യമായാണ് പ്രദേശത്ത് ഒരാൾ കൊല്ലപ്പെടുന്നത്. നിലവിൽ ഭീതിയുള്ള സാഹചര്യമാണ് എന്നും അയൽവാസി വ്യക്തമാക്കി. പ്രദേശത്ത് ആന ജനങ്ങളെ ആക്രമിക്കാറില്ലായിരുന്നുവെന്നും ഇത് ആദ്യത്തെ സംഭവമാണെന്നും വണ്ണപ്പുറം പഞ്ചായത്ത് അംഗം പ്രതികരിക്കുകയുണ്ടായി. കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം വളരെ നിർധനരായവരാണ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരനായിരുന്നു ദാരുണമായി കൊല്ലപ്പെട്ടത്. എന്തായാലും സംസ്ഥാനത്തെ ജില്ലകളിൽ കാട്ടാന, പ്രത്യേകിച്ച് ഇടുക്കിയിൽ ഈ കാട്ടാന ആക്രമണം വർദ്ധിക്കുകയാണ്. ഈ തുടരെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നു. കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത്. തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് അധികൃതർ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.